like, share, subscribe. பாத்தீங்களா guys, இதான் நம்மளோட ஆனியன் சில்லி. நல்லா இருக்கு. நல்லா இருக்கா? சரி. ஹலோ guys, வெல்கம் பேக் டு அவர் சேனல். அப்போ இன்னைக்கு வந்துட்டு நம்ம ஒரு சமையல் வீடியோ பார்க்கலாம். அதுக்கு முன்னாடி வந்துட்டு நம்ம வந்து ஒரு முக்கியமான விஷயம் சொல்லணும். என்னன்னா ഒത്തിരി നാളായി മോള് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കാരണമല്ല, ഞാൻ വീഡിയോ എടുത്ത് വെക്കും. മോക്ക് സമയമില്ല, അവർക്ക് 7 മണി വരെ പ്ലേസ്മെന്റ് ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ക്ഷമ ചോദിക്കുന്നു. ഞങ്ങൾ വരും. ഞങ്ങളെ കാണാത്തപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഞങ്ങൾ മിസ്സായിട്ടൊന്നും ഒരിക്കലും ഇല്ല. അങ്ങനെ എല്ലാമാണ് യൂട്യൂബ്. അതുകൊണ്ട് ഞങ്ങൾ അതൊരിക്കലും മിസ്സാക്കില്ല. കുഞ്ഞിന്റെ സമയമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ ഇടാത്തത്, അല്ലേ മോളെ? പിന്നെ ഞങ്ങൾ അറിയാമല്ലോ, ഞങ്ങളുടെ ഇവിടെ അച്ഛൻ വന്ന് UP-കാരൻ, ഞാൻ മലയാളി, ഞങ്ങൾ താമസിക്കുന്നത് തമിഴ്നാട്. അപ്പം ഞങ്ങൾ എല്ലാ ഭാഷകളും 3 ഭാഷകളും ഞങ്ങൾ കൈകാര്യം ചെയ്യും. അപ്പോൾ പോയി ഞങ്ങളുടെ ഓരോ വിശേഷങ്ങൾ ഞങ്ങൾക്ക് അവിടെ കാണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ മിസ് ചെയ്യത്തില്ല. കാരണം ഇപ്പം അങ്ങനെയാണ്. ഞങ്ങൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഞാൻ എല്ലാവരുടെയും വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. എല്ലാ യൂട്യൂബുകാരുടെയും. ഇപ്പം നോർത്ത് ഇന്ത്യൻ്റെ ആയാലും നേപ്പാളികളുടെ ആയാലും നോർത്ത് ഇന്ത്യൻസിൻ്റെ, നമ്മുടെ മലയാളീസിൻ്റെ, തമിഴിൻ്റെ, കന്നഡൻ്റെ ഒന്നും നോക്കത്തില്ല. കാരണം കന്നഡ ശകലം അറിയാം, തെലുങ്കും അറിയാം. അപ്പം അതുകൊണ്ടൊന്നും നോക്കത്തില്ല. പക്ഷെ മലയാളം, ഹിന്ദി, തമിഴ് ഇത് മസ്റ്റായിട്ട് നോക്കിയിരിക്കും. പിന്നെ വിയറ്റ്നാം, അല്ലേ, ഇങ്ങനെയുള്ള ചാനലുകളെല്ലാം ഞങ്ങൾ കാണും. കാരണം ഞങ്ങളിപ്പോൾ അതിന് അഡിക്റ്റായി, യൂട്യൂബുകൾക്ക് അഡിക്റ്റായി. പക്ഷെ സമയം അതിനല്ല കേട്ടോ. സമയം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും. വീട്ടിലെ കാര്യം പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് യൂട്യൂബിലോട്ട് ഇറങ്ങും. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു സ്നാക്സിലേക്ക് കിടക്കാം. ഓക്കെ, സ്നാക്സിന്റെ പേര് നീ പറ. സവാളയുടെ ചില്ലി, ഓണിയൻ ചില്ലി, വെങ്കായ ചില്ലി. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വരൂ. ഇവിടെ എല്ലാവർക്കും എനിക്ക് പനിയായിരുന്നു. 2 ദിവസം ഭയങ്കര പനിയായിരുന്നു. പിള്ളേരൊക്കെ വായിക്ക് രുചിയോടെ കഴിച്ചിട്ട് 3-4 ദിവസമായി. ഇതാണ് ഞാൻ തലമുക്കിയത്. அப்போ நம்ம வந்துட்டு ஆனியன் சில்லி பண்ணுறதுக்கு கொஞ்சம் எண்ணெய் ஊற்றிட்டோம். எண்ணெய் சூடானதுக்கப்புறம் வந்துட்டு நம்ம இந்த சில்லி இல்லை வெங்காயம் இல்லையா, வெங்காயம் எடுத்து மசாலா மிக்ஸ் பண்ணி நம்ம வந்துட்டு இதெல்லாம் போடலாம். അപ്പോൾ ഇവിടെ നമ്മൾ സവോള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വട്ടത്തിൽ, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ കടലമാവ്, അതിനകത്ത് കുറച്ച് കുരുമുളക്, മുളക് പൊടി, അതുപോലെ സോഡാപ്പൊടി, ഇച്ചിരി കളർ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ 10 മിനിറ്റ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു. ഇനി അതിനകത്തേക്ക് എന്തിനാ? വെങ്കായം ഇടலாம். ശരി, വെങ്കായം ഇട്ട് മിക്സ് ആക്കണം. കൊള്ളണം. മിക്സ് ചെയ്തിട്ട് വെങ്കായം എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ മാവ് എടുക്കുമ്പോഴും നല്ല കട്ടിയായിട്ട് വേണം എടുക്കാൻ. എപ്പോൾ വെങ്കായം കാണുന്നില്ലല്ലോ, അപ്പോൾ കാണുന്നില്ല. ആ പരിധി വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ. ഈ മാവ് നമ്മളത് ചൂടായി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് ഇടണം. അപ്പോൾ നമ്മൾ എണ്ണ തീ കുറച്ച് വെക്കണം. തീ കുറച്ച് വെച്ചിട്ട് ഇടുകയാണ്. அப்போ நம்ம இட்டு കഴിഞ്ഞു. அப்போ நம்ம வந்து வெங்காயம் போட்டுட்டோம். அந்த மசாலா வந்து ரொம்ப திக்காக இருக்கணும். அப்போ அந்த வந்து அது வீட்டு இது விடாதிരിക്കും. മസാലയിൽ അല്ലെങ്കിൽ വിട്ടിരിക്കും. ഓക്കെ, നമ്മൾ കട്ടിയായിട്ട് എടുക്കണം. കട്ടിയെടുക്കണ്ടോ? ഒരുപാട് എടുക്കണം. ഈ ലെവലിൽ എടുക്കണം. பாருங்க guys, இது அப்படியே ஜிலேபி மாதிரி இருக்குல்ல? ஜிலேபி மாதிரி இருக்கு. ஆனா அதை கழிக்கும்பம் சவால் வச்சு மாதிரி. ஐயோ, எப்படி? ഇത് കണ്ടാൽ ഇത് ജിലേബിയാണ്. കഴിക്കുമ്പോൾ സവാള വെച്ച്. ഇപ്പൊ കിടക്കുന്ന നല്ല ഇഞ്ചി ഇലക്കിയിട്ട് നന്നായിട്ട് തിളച്ചോണ്ടിരിക്കുകയാണ് ചായ. തൊണ്ടക്കെല്ലാം ഭയങ്കര വിഷയം. ഇഞ്ചി ഇട്ട് ചായ കുടിച്ചാൽ നല്ലതാണെന്ന് ഇവിടുത്തുകാർ പറഞ്ഞു. ശരിയാണെന്ന് ഇവിടുത്തുകാരെന്നല്ല, നോർത്ത് ഇന്ത്യൻസും പറയുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ആൾക്കാരൊക്കെ പറയും തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ട് നല്ലപോലെ ഇഞ്ചി ഇറച്ചിട്ട് ചായ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത് നെക്സ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് സെറ്റ് അല്ലേ? ഇതുപോലെ മുട്ട ബജ്ജി ഉണ്ടാക്കാം. നാളെ മുട്ട ബജ്ജി ഉണ്ടാകും. നിങ്ങൾക്ക് നാളെ കോളേജിൽ കൊണ്ടല്ലോ. பார்த்தீங்களா guys, இதுதான் நம்மளோட ஆனியன் சில்லி. ஆனியன் சில்லி நம்ம நெக்ஸ்ட் செட்டு போட்டாங்க.
நான் அப்போ சாப்பிட்டு பார்க்கவா? சாப்பிட்டு பாரு. நல்லா இருக்கு. நல்லா இருக்கா? சரி. ஆச்சு. நல்லா இருக்கு. அம்மாக்கு 5 டேஸாக காய்ச்சல் இருந்தது கைஸ். அதுக்கு முன்னாடி எனக்கு காய்ச்சல் இருந்தது. நான் போய் சொன்னேன் என்ன கிஸ் பண்ணாதீங்கன்னு. என் கூட வந்து படுத்தாங்க. அதனால அம்மாவுக்கு வந்துருச்சு இல்லையா? அவ கூட படுத்து கொஞ்சிட்டு இருந்தேன். அந்த காலத்தில் எனக்கே வந்துருச்சு. எனக்கு வந்துட்டு ஃபீவர் வர டைம்ல தான் எங்கள் அம்மாவுக்கு என் மேலே அவ்வளோ பாசம். அப்போ வந்துட்டு Guys, எனக்கு சக்கரை போடாம கொஞ்சம் டீ எடுத்து வைக்கிறேன். சுகர் ஜாஸ்தி. இன்னைக்கு அம்மா செக் பண்ணாங்க. அம்மாவுக்கு வந்துட்டு 208, அப்பாவுக்கு வந்துட்டு 218 இல்லையா? இன்னைக்கு சண்டே 2 பேரும் செக் பண்ண போனாங்க. அப்போ நடந்தது. என்ன? ஹலோ, இது மதுரை விடாத சக்கரை போடாம தான் டீ ചായ. சுகர் போடாத டீ. എൻ്റെ ഹസ്ബൻഡ് ഷുഗറാണ്, പക്ഷെ പുള്ളിക്ക് ചക്കര വേണം. അത് നമ്മൾ വേണം. ഹായ് കരീഷ്മ. ബൈ. வெங்காயம் சில்லி. வெங்காயம் சில்லி சாப்பிடலாம். ஓகே. நல்லா டீ ஆൾക്കാരാ. இங்கே எல்லாம் டீயோட ஆடு. நானும் இப்போ டீ குடிச்சு பழகிட்டேன். ஆமா, நானும் பழகிட்டேன். டீயில் சக்கரை போடாமல் குடிக்க பழகிட்டாங்க. இப்போ வந்து சக்கரை போடாமே பழகிட்டாங்க. சக்கரை இல்லாம எனக்கு பிரச்சனையே கிடையாது. ஐயோ சக்கரை இல்லையா அப்படின்னு. ஆனால் சில டைமில் கொஞ்சம் சக்கரை போட்டு டீ குடிப்பேன். ஏதாவது ஒரு நல்ல கீரை பாயசம் போட்டு சாப்பிடுவாங்க. சீரை பாயசம். கீரை அப்படி கீரைன்னா தமிழ் ஹிந்தியில பாயசத்துக்கு கீரை தான் சொல்லுவாங்க. கீர். அப்போ எங்களை எல்லாம் സപ്പോർട്ട് பண்ணுங்க ப்ளீஸ். എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ பண்ணுங்க. ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ? ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ അങ്ങനെ ഷെയർ ലൈക്ക് അല്ല ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എങ്ങനെ? അല്ലല്ല அப்படியല്ല അങ്ങനെയല്ല. ലൈക്ക് ഷെയർ அது இதான் லைக்கு. லைக் எப்படி குழப்பக்கிற? இங்கே. ஓ அதெல்லாம் எனக்கு வராது, எனக்கு அண்ணா தெரியுது. லைக் ஷேர் சப்ஸ்கிரைப் பெல் ஐக்கன். நாங்க எல்லாரும் சப்போர்ட் பண்ணுங்க பேசுங்க. 3 குழந்தைகளுக்கு. அப்போ உள்ளே வச்சு எல்லாம் செய்து முடிச்சுட்டாங்க. தம்பி எடுத்து சாப்பிட்டாங்க. எங்களுக்கும் சின்ன பிள்ளைக்கு மட்டும்தான் இருக்கு. டொமேட்டோ சாஸ். அப்போ வாங்க எல்லாவரும் ഉള്ളി ബജി സാപ്പിടலாம். അപ്പം ബായ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് സബ്സ്ക്ரைப் ചെയ്യുங்க, லைக் ചെയ്യുங்க, ஷேர் பண்ணுங்க, கமெண்ட் பண்ணுங்க. அப்போ கைஸ் ரெடி ஆயிடுச்சு. நான் போய் சாப்பிட்டு வரேன். மறக்காம லைக் ஷேர் சப்ஸ்கிரைப். பாய். ஓகே பாய். பாய்.